Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. മാടായി കോളേജിനു പിന്നാലെ പയ്യന്നൂർ കോളേജിലും നിയമന വിവാദം. കോളേജ് മാനേജ്മെന്റ് പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മാനേജ്മെന്റ് പ്രസിഡന്റും DCC അംഗവുമായ KK സുരേഷ് കുമാറിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ സെമിനാർ നടന്നു. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. PMAY ലൈഫ് ഭവന പദ്ധതി പ്രകാരം പയ്യന്നൂർ നഗരസഭയിൽ നിർമ്മിച്ച 700ാമത് വീടിന്റെ താക്കോൽ കൈമാറി. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 700ാമത് വീടിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം ചെയ്തു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മാടായി കോളേജിന് പിന്നാലെ പയ്യന്നൂർ കോളേജിലും നിയമന വിവാദം. കോളേജ് മാനേജ്മെന്റ് പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മാനേജ്മെന്റ് പ്രസിഡന്റും DCC അംഗവും കൂടിയായ KK സുരേഷ് കുമാറിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള പയ്യന്നൂർ കോളേജിൽ ഓഫീസ് അറ്റൻഡർ ഒഴിവിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് കുടുംബാംഗങ്ങളെയും അവഗണിച്ചുകൊണ്ട് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെങ്ങരയിലുള്ള CPM കുടുംബത്തിലുള്ള വ്യക്തിക്ക് ജോലി നൽകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാനേജ്മെന്റ് പ്രസിഡന്റും DCC അംഗവും കൂടിയായ KK സുരേഷ് കുമാറിനെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു. പ്രസ്തുത ഒഴിവിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃനിര മുതൽ ബൂത്ത് തലം വരെയുള്ള നിരവധി ആളുകൾ അപേക്ഷകരായി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിയമനം നടത്താൻ ഭരണസമിതി തയ്യാറാകുന്നതെന്നും പ്രസ്ഥാനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്നും ഇതിനു മുൻപും ജില്ലയിലെ പല പാർട്ടി സ്ഥാപനങ്ങളിലും നിരവധി നിയമനങ്ങൾ നടത്തുകയും നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് മുൻ ഭരണസമിതി പ്രസിഡന്റിന്റെ താൽപര്യപ്രകാരമാണ് കോളേജിൽ ബന്ധുനിയമനം നടക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചു. ഇത്തരത്തിലുള്ള നടപടികളെടുത്ത് പാർട്ടി പ്രവർത്തകരെ നിരാശപ്പെടുത്തുകയും പാർട്ടിയിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ തീരുമാനമെടുക്കാൻ DCC തയ്യാറാകണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ, ഭരത് DP, അർജുൻ കോറോം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ സെമിനാർ നടന്നു. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ നടന്ന അക്രമങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്ത്യക്ക് പുറത്തുപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 വർഷം കഴിഞ്ഞും ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കേരളത്തിലെത്തി ഒരു സിനിമാ നടന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് നാം കണ്ടതാണെന്നും ജോൺ ബ്രിട്ടാസ് MP അഭിപ്രായപ്പെട്ടു. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര നിർമ്മാണവും അനുബന്ധ കാര്യങ്ങളും ഒക്കെയാണ് BJP പാർലമെന്റിൽ ചർച്ചയാക്കി വരുന്നത്.
ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ചയാക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും തയ്യാറാകുന്നില്ലെന്ന് MP പറഞ്ഞു. E. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VPP മുസ്തഫ, KV ജനാർദ്ദനൻ, മുൻ MP P. കരുണാകരൻ, MV കോരൻ നമ്പ്യാർ, PC സുബൈദ, TV ഗോവിന്ദൻ, PP പ്രസന്നകുമാരി, P. കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. PMAY ലൈഫ് ഭവന പദ്ധതി പ്രകാരം പയ്യന്നൂർ നഗരസഭയിൽ നിർമ്മിച്ച 700ാമത് വീടിന്റെ താക്കോൽ കൈമാറി. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 700ാമത് വീടിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 700ാമത് വീടിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച 37ാം വാർഡിലെ U. ഷീജയുടെ വീടിന്റെ താക്കോൽ കൈമാറിയാണ് 700ാമത് വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ മുഖ്യാതിഥിയായി. മുൻ MLA C. കൃഷ്ണൻ, മുൻ വൈസ് ചെയർമാൻ V. നാരായണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C. ജയ, B. ബാലൻ, TP സമീറ, T. വിശ്വനാഥൻ, കൌൺസിലർ KK ഫൽഗുനൻ, വാർഡ് കൌൺസിലർ KU രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, PMAY SDS നൈമിമോൾ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനത്തോടെ 688 വീടുകളാണ് പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വ്യവസായ വാണിജ്യ വകുപ്പ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കുഞ്ഞിമംഗലം പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കുഞ്ഞിമംഗലം പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ മാസ്റ്റർ, K. മുരളീധരൻ, O. നീതു കൃഷ്ണ, സതീശൻ കോടഞ്ചേരി, RK സ്മിത, രേഷ്മ പ്രിയരാജ്, O. രാധ, S. പവിത്രൻ, K. ജിതിൻ, K. ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളിയായ തായ്നേരി സ്വദേശി സജിത്തിനായി നാട് കൈകോർക്കുന്നു. സജിത്തിന്റെ ചികിത്സയ്ക്കുള്ള ഭാരിച്ച തുക കണ്ടെത്തുവാൻ വാർഡ് കൌൺസിലർ V. ബാലൻ ചെയർമാനും ശ്യാംലാൽ MK കൺവീനറുമായി ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചു. പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളിയായ തായ്നേരി സ്വദേശി സജിത്ത് P. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് ചിലവ് കണക്കാക്കുന്നത്. ഭാര്യയും മകളും അടങ്ങുന്ന സജിത്തിന്റെ കുടുംബത്തിന് ഈ ഭാരിച്ച ചിലവ് താങ്ങാനാകില്ല. സജിത്തിന്റെ ജീവൻ രക്ഷിക്കുവാനായി നമുക്ക് സജിത്തിനായി കൈകോർക്കാമെന്ന പേരിൽ വാർഡ് കൌൺസിലർ V. ബാലൻ ചെയർമാനായും K. അനീഷ് വർക്കിംഗ് ചെയർമാനായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾക്ക് കഴിയുന്ന സഹായങ്ങൾ സജിത്തിനായി നൽകാം. അക്കൗണ്ട് നമ്പർ 176131601174 IFS കോഡ് KSBK 0001763 പയ്യന്നൂർ ഈവനിംഗ് ബ്രാഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലോ അക്കൗണ്ട് നമ്പർ 4105833376 IFSC കോഡ് SBI N 00702559 പയ്യന്നൂർ ബ്രാഞ്ച് എന്ന അക്കൗണ്ടിലേക്കോ നൽകാം. 8848620441 എന്ന നമ്പറിലോ 8848366023 എന്ന ഗൂഗിൾ പേ നമ്പറിലോ സഹായങ്ങൾ എത്തിച്ചു നൽകാം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാണാം മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട വാർത്തകൾ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ശരത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 19 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശരത് ചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഇപ്പൊ തന്നെ ഞങ്ങൾ തന്നെ കൈരളി വാർത്താ സംഘം നാളെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രമേൽ എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നായി, ഇഷ്ടപ്പെടുന്ന ഒന്നായി, ഉറ്റുനോക്കുന്ന ഒന്നായി പെരുങ്കളിയാട്ടമൊക്കെ മാറുന്നൊരു കാലമാണ്. അപ്പോൾ ഈ നാട് 19 വർഷത്തിന് ശേഷം അതിനെ ഇങ്ങനെ
ഇങ്ങനെ ഏറ്റെടുക്കാൻ ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഓരോന്നും നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നലെ കവി സമ്മേളനമായിരുന്നു അല്ലേ, കാവ്യസന്ധ്യയായിരുന്നു. അവിടെയും ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ വയലാറിൻ്റെ മകൻ ശരദേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. ഓരോ വൈവിധ്യങ്ങളായ പരിപാടികളുമൊക്കെയായി ഇങ്ങനെ പെരുങ്കളിയാട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് മാധ്യമ സമ്മേളനം. ഇതൊരു പുതിയ അനുഭവം കൂടിയാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങളൊക്കെ പല വേദികളിലും മാധ്യമ സെമിനാറുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു സാംസ്കാരികോത്സവത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ വന്ന് മാധ്യമ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അനുഭവം എന്നെ സംബന്ധിച്ച് ആദ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പ്രാഥമികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. PV കുട്ടൻ മോഡറേറ്ററായി. പ്രശസ്ത മാധ്യമപ്രവർത്തകരായ ജയമോഹൻ, KV മധു, VS രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. P ഗംഗാധരൻ, അബ്ദുൽ ഖാദർ മൗലവി, അജിത് കുമാർ അനിക്കം, രാമചന്ദ്രൻ പെരുവാമ്പ, K കുഞ്ഞിരാമൻ, KV ഗണേശൻ എന്നിവർ പങ്കെടുത്തു. PV അജിത്ത് സ്വാഗതവും PC രാജീവൻ നന്ദിയും അറിയിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുങ്ങി. 4 ദിനങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 3 ലക്ഷത്തോളം പേർ ഭക്ഷണം കഴിക്കുവാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് 4 ദിവസങ്ങളിലാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ്, അതായത് സീറ്റും പന്തലും കാര്യങ്ങളും ഒക്കെയും തന്നെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒറ്റ പന്തിയിൽ 3000-ഓളം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ പന്തലും സീറ്റും കാര്യങ്ങളും ഒക്കെയും തന്നെ റെഡിയാക്കിയിട്ടുള്ളത്. 19 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി വിപുലമായ സൗകര്യമൊരുങ്ങി. ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് ഭക്ഷണ പന്തൽ ഒരുക്കിയത്. ഒരേ സമയം 3000-ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിപുലമായ സൗകര്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കളിയാട്ടം നടക്കുമ്പോൾ അവിടെ പ്രധാനം എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണല്ലേ. അപ്പോ ഇവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം? പന്തൽ കമ്മിറ്റി കൺവീനർ അല്ലേ പേര്? ജനാർദ്ദൻ ചേട്ടൻ. അപ്പോ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്? എങ്ങനെ എത്ര പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്? ആകെ ഒരു 3500-4000 അടിയിലെ ആൾക്കാരുണ്ടാവും ഒന്നിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് 1.5 ലക്ഷം ആൾക്കാരെ ഭക്ഷണം ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ഇതിന്റെ പണി തുടങ്ങിയതാണ്. മരം മുറിക്കലും മുളം മുറിക്കലുമായിട്ട് മാസങ്ങളോളം ഒരു 10-20 ആൾക്കാരെ മെനക്കെട്ടിട്ട് 3V സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ 2 സെക്ഷനിലായിട്ടാണല്ലോ അല്ലെ തയ്യാറാക്കിയിട്ടുള്ളത്? 3 സെക്ഷനിലായിട്ട്. പിന്നെ കുറച്ച് ഈ ആചാരക്കാർക്കും അങ്ങനെ ഇല്ലവർക്ക് അപ്പുറം പറയുന്നുണ്ട്. പിന്നെ ഈ VIPs ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പന്തൽ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ 1.5 ലക്ഷം ആൾക്കാരെ ഭക്ഷണം എല്ലാ ദിവസവും കൂടി 4 ദിവസം കൂടിയിട്ട് 1.5 ലക്ഷം ആൾക്ക്. അതിനുള്ള സജ്ജീകരണമൊക്കെ ഇപ്പൊ തന്നെ ഇതിന്റെ പണികളും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഇന്നലെ ആവണ്ടേ. ഇന്നിപ്പോ ഇത് ഒരു ഗേറ്റ് കൂടെ കിട്ടിയാൽ നമ്മള് പന്തലിന്റെ ഫുൾ പണി തീർന്നു. പന്തല് കമ്മിറ്റി ചെയർമാൻ പേര്? എന്റെ പേര് VK വിജയകുമാർ. അപ്പൊ ഇതിന്റെ പണികളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ 25-ന് കളിയാട്ടം ആരംഭിക്കുകയാണ്. അപ്പൊ ഇനി അന്നദാനത്തിന്റെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഈ പന്തലും കാര്യങ്ങളും സീറ്റും ഒക്കെയും തന്നെ കംപ്ലീറ്റ്. മാത്രല്ല ഇവരെല്ലാ ആൾക്കാരും എന്റെ ഒന്നിച്ച് ആദ്യം മുതൽ അവസാനം വരെ സഹകരിച്ചിട്ടുണ്ട്. ഈ ഒരു പന്തല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവുമല്ലോ? ഓരോ കമ്മിറ്റി സെപ്പറേറ്റ് കുറെ കമ്മിറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ ഈ പന്തല് കമ്മിറ്റി പറയുമ്പോൾ ഏകദേശം എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടാവും? 25 ആൾക്കാരുണ്ട് പന്തൽ കമ്മിറ്റിയിൽ. നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാ വിഭാഗം ആൾക്കാരും അതിൽ മെമ്പർമാരാണ്. വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാല് ഈ കഴിഞ്ഞ 19 മുപ്പട്ടയിലെ പന്തൽ കമ്മിറ്റിയാണ് ഇപ്രാവശ്യമില്ല പന്തൽ കമ്മിറ്റി. ഇയാളെ കൺവീനർ, ഞാൻ ചെയർമാൻ. 19 മുപ്പട്ടെ. ഈ കളിയാട്ടത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. 19 കൊല്ലം മുമ്പേ ഉള്ള ഒരു ഡേറ്റ് തന്നെയാണല്ലോ ഇപ്രാവശ്യം. ഡേറ്റ് മാറൂല, ഒരേ ഡേറ്റ് തന്നെ എല്ലാ കളിയാട്ടത്തിനും ഉണ്ടാവില്ല. അതെ. അപ്പൊ ആ 19 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റി തന്നെയാണ് ഇപ്പോഴും. ചെയർമാനും കൺവീനറും മാത്രം അതേ പന്തൽ കമ്മിറ്റി തന്നെയാണ് ഇപ്പോഴും. ആൾക്കാർ മാറിയിട്ടുണ്ട്, സഹായിക്കാൻ വന്നവരെല്ലാം ഒരുപാട് ആൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ആ ഒരു 19 വർഷം മുമ്പേ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയും ഇത്ര സൗകര്യം വേണ്ടല്ലോ 19 മുപ്പട്ടെ. ഇപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരും സൗകര്യം വന്നില്ലേ നമുക്ക്. അതുകൊണ്ട് അതിനനുസരിച്ച് അന്നൊന്നും മേറ്റില്ല, സ്റ്റീലിന്റെ മേശല്ല. അന്നെല്ലാം മറ്റേ ബെഞ്ചെല്ലാം ഇരിക്കേണ്ട ബെഞ്ചെല്ലാം അടിച്ചത് കവുങ്ങ് മുറിച്ച് പൊളന്നിട്ട് അടിച്ചാണ്. ഡെസ്ക് കംപ്ലീറ്റ് പലകേനെ കൊണ്ട് സ്റ്റാൻഡ് അടിച്ചിട്ട്. 19 മുപ്പട്ടെ ഈ ബെഞ്ചിന് പകരം കവുങ്ങാണ്. ഇപ്പൊ ഈ സ്റ്റീലിന്റെ മേശയും ഈ പല കൊണ്ട് ബെഞ്ച് അടിച്ചത്. അപ്പൊ അത്തരത്തില് ഈ രണ്ടാമതൊരു പെരുങ്കളിയാട്ടം 19 വർഷങ്ങൾക്ക് ശേഷം നടക്കുമ്പോ കൺവീനറും ചെയർമാനായിട്ട് നിൽക്കാതിന്റെ സന്തോഷം വേറെ അല്ലേ? നമ്മളെ ഇവരെ നിശ്ചയിച്ചു, നമ്മൾ ഉൾക്കൊണ്ട് അത്രയും.
4 ദിനങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 3 ലക്ഷത്തോളം പേർ ഭക്ഷണം കഴിക്കാനായി ഉണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെയും തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. പണികളൊക്കെയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ 4 ദിവസങ്ങളായി നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന് കാത്തിരിക്കുകയാണ് ഈ നാട് ഒന്നാകെ തന്നെ. ഇവിടെ കളിയാട്ട നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം ചെയ്തു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. 19 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം ചെയ്തു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ പെരുങ്കളിയാട്ടത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ 9 വർഷത്തിന് ശേഷം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന പെരുങ്കളിയാട്ടം നടത്തുന്നവർക്ക് മോഹൻലാലും മമ്മൂട്ടിയും കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ എൻ്റെ ഒരു പുണ്യമാണ് ഞാനും കീഴാറ്റൂർ മുച്ചിലോട്ട് ഭഗവതി സന്നിധിയുടെ അടുത്ത് താമസിക്കുന്ന ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ ഇന്നും ഏറ്റവും സുന്ദരമായ കല ഏതാണ്, ഏറ്റവും സുന്ദരമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് മുച്ചിലോട്ട് ഭഗവതി തന്നെയാണ്. ഒരു തർക്കമില്ല. കാരണം അതങ്ങനെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നതാണ്. കീഴാറ്റൂർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെരുങ്കളിയാട്ടം നടന്നപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അടക്കം നിന്നുകൊണ്ട് എനിക്ക് അവിടെ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീധരൻ കേതപ്പുറം അധ്യക്ഷത വഹിച്ചു. MV ഷാജി മാസ്റ്റർ, PP വിജയൻ, CV ബാലകൃഷ്ണൻ, TV മാധവൻ, K ശശി, K കുഞ്ഞിരാമൻ, സുകുമാരൻ, PV ഹരിദാസ്, ബാലൻ പരപ്പള്ളി, VK കലേഷ്, M ദിലീപ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സുവനീർ ഡിസൈനും ലേഔട്ടും നിർവഹിച്ച ശോഭ മാഗ്നറ്റ്, കവർ ഡിസൈൻ ചെയ്ത ഗോവിന്ദൻ മണ്ടൂർ എന്നിവരെയും രചനാ മത്സര വിജയികളെയും അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 6 പതിറ്റാണ്ട് മുൻപ് നടന്ന പെരുങ്കളിയാട്ട ഓർമ്മയിൽ പഴയ തലമുറക്കാർ. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുകയാണ് ഇവർക്ക് പണ്ടുകാലത്തെ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം. 19 വർഷങ്ങൾക്ക് ശേഷമാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഇവിടെ ഈ ഒരു കളിയാട്ട നഗരിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഓർമ്മകൾ കൊണ്ട് ഇവിടെ നിൽക്കുന്നവര്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 പെരുങ്കളിയാട്ടം കണ്ടേ അതിനു മുന്നിലുള്ള ചെറുപ്പകാലം മുതൽ ഇന്ന് വരെ ഓരോ പെരുങ്കളിയാട്ടവും ആസ്വദിച്ച ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവരുടെ വിശേഷങ്ങളാണ് ഇനി. ഈ 4 പെരുങ്കളിയാട്ടം കണ്ട അവരാണല്ലോ അല്ലെ? ഇനിയിപ്പോ ഒരു കളിയാട്ടം കൂടി ഇവിടെ വരാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാ പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ എങ്ങനെയാ? പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കളിയാട്ടത്തിന് നിലമ്പടി തുടങ്ങി. നിലമ്പടി എല്ലാ കളിയാട്ടം തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ കാരണവന്മാരാണ് മണ്ണിലെ കോമത്തന്മാരും ബാക്കിയുള്ളവരല്ല. അവരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇല്ല പുല്ല് ഒരിക്കലും കിളക്കൽ തഴകില്ല. അത് അവർ കാര്യമായിട്ട് അന്നില്ല കാരണവന്മാർ. ഇന്നിപ്പം വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം 10 വയസ്സിൽ, എനിക്ക് 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള സമയത്ത് പറഞ്ഞാൽ നമുക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കിളച്ചിട്ട സ്ഥലത്ത് കുഴി കുത്തിയിട്ട് അതിലെ ഇലയെല്ലാം വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിച്ച ഇല കംപ്ലീറ്റ് നമ്മൾ വേറൊരു വലിയ കുഴി ഇട്ട് ആ കുഴിയിൽ ചിള്ളിക്കൊണ്ട് ഇടുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുച്ചിലോട്ട് പറഞ്ഞാൽ നിറച്ച് എണ്ണ തരും. ഇപ്പോൾ അന്നേരം എണ്ണക്കെല്ലാം ക്ഷാമമാണ്. അത് വെച്ച് സുഖമായിട്ട് കുളിച്ച് പുഴയിൽ പറ്റി പൊങ്ങി കുളിച്ച് വന്നിട്ട് ഭക്ഷണം കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മരുമകൻ എന്നുള്ള നിലയിൽ എനിക്കില്ല പറഞ്ഞാൽ അന്ന് ഈ എൻ്റെ അമ്മമാർ മുച്ചിലോട്ട് ഇതിൻ്റെ ആയാലും മറ്റുള്ള ആചാരക്കാർ അവരാണ്. അപ്പൊ അവര് കഴിക്കുന്ന ഭക്ഷണം ഉണ്ട്, അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡിലെ ഭക്ഷണമായിരിക്കും. ആ ഭക്ഷണത്തിന്റെ അവർ കഴിച്ചതിന് ബാക്കി ഷെയർ കഴിക്കലാണ് നമ്മളെ വേറൊരു ഇത്. അതുപോലെ ബാക്കി അവർക്ക് കിട്ടുന്ന ഇതുണ്ടല്ലോ ഇളനീര്, അത് ഇതൊന്നും കിട്ടിയല്ലേ അന്നത്തെ കാലം അങ്ങനെ. ആ കാലഘട്ടത്തിന്റെ ഇന്നിപ്പോ അത് നേരെ മാറി, ഒരുപാട് മാറി പറഞ്ഞാൽ ഒരുപാട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇളനീർ കിട്ടിയത് നമ്മൾ ആർക്കും കൊടുക്കും. അന്ന് പറഞ്ഞാൽ ഒരു ഇളനീർ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സ്വർഗം കിട്ടിയ മാറാതെ അന്നത്തെ കാലം. അപ്പൊ അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്രയും അന്നത്തെ കാലം ഇന്നത്തെ കാലമായിട്ട് അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്രയും. എന്റെ പേര് കണ്ണൻ, കാരണവരാണ് ഇപ്പോ. എൻ്റെ പേര് കണ്ണൻ. ഇവിടെ നമ്മൾക്ക് കളിയാട്ടം നമ്മൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാലും വൃശ്ചിക മാസം നമുക്ക് ഒരേ സ്ഥാനം പറഞ്ഞൊരു അടിയന്തരമുണ്ട്. അടിയന്തരത്തിനാണ് കളിയാട്ടം ഏൽപ്പിക്കല്. അത്
മൂലവണ്ണാർ നമ്മൾ തമ്പുരാട്ടി മുഖേന കോയിമക്കയിലേക്ക് ഇത് നടത്തി തരണം എന്ന് പറഞ്ഞു. അതിനുശേഷം കളിയാട്ടം ഉറപ്പിച്ചതായിട്ടാവൂലേ. അത് കഴിഞ്ഞാൽ പിന്നെ നിലമ്പണി ആയി കഴിഞ്ഞാൽ തമ്പുരാട്ടിമാർ വന്നിട്ട് കൈലാസ കല്ലിൻ്റെ അടുക്ക കിളച്ച് ഇതിപ്പം ഇത് കണ്ടില്ല, ഇതുപോലെ കളിച്ച ചാളുന്നുണ്ട്. പിറ്റേന്ന് മുതൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ബാല്യക്കാർ പണിയായി കളിച്ചതല്ല. അന്ന് ഇന്റർലോക്കൊന്നും ഇല്ലല്ലോ, കളിച്ച് പുറമെ എല്ലാം അതിനുശേഷം ഈ പണിയെടുക്കുള്ളൂ. പിന്നെ കഞ്ഞിക്കല പറയേണ്ടതായി, കുഴിയെടുപ്പിന്റെ പണിയായി, ഭക്ഷണപ്പന്തൽ 4 പന്തൽ എന്ന് പറഞ്ഞൊരു നമുക്കൊരു സമ്പ്രദായമുണ്ട്. ആ 4 പന്തൽ ആ ആചാരക്കാർക്ക് ഭക്ഷണം കൊടുക്കും. നമ്മളെല്ലാം കൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ക്ഷേത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും കൽപ്പിക്കണം, 4 പന്തലിലെ വില്ലേജ്മാർ വന്നിട്ടാണ് കൽപ്പിക്കുന്നത്. ഈ 4 പെരുങ്കളിയാട്ടത്തിന് മുമ്പ് എന്ന് പറയുമ്പോ ചെറിയ പ്രായമല്ലേ? ആദ്യത്തെ ചെറിയ പ്രായം. ആദ്യത്തെ കളിയാട്ടത്തിന് എച്ചിലുള്ളതാണ്, രണ്ടാമത്തേന് കുഴി തട്ട് കുടിക്കല എന്റെ ജോലി, മൂന്നാമത്തെ കളിയാട്ടത്തിന് കൈകോൾ കുടിക്കലാണ്. അപ്പൊ ഓരോ കളിയാട്ടം കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങൾ വരും. ഇപ്പം മൂലക്കായി അനങ്ങാണ്ട് പേര് നാരായണൻ. അപ്പൊ നമ്മുടെ ഈ കളിയാട്ടം എന്ന് പറയുമ്പോ പണ്ട് കാലത്ത് ഈ 4 പെരുങ്കളിയാട്ടം ആ ഒരു സമയത്ത് സമുദായപരമായിട്ടായിരുന്നില്ലേ അല്ലേ? ഇപ്പോഴല്ലേ ഇപ്പൊ ജനകീയമായത്? നമുക്ക് കളിയാട്ടത്തിന് എല്ലാ സമുദായവും പോരാ, വാണിയർ മാത്രം പോരാ, എല്ലാ സമുദായത്തിനും ഓരോരോ അവകാശം അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കും. ഈ സമുദായത്തിന് കലശമെടുക്കാൻ അധികാരം, കൊല്ലന്റെ അവകാശം, എല്ലാത്തിനും ഓരോരോ അവകാശം അവർക്കുണ്ട്. ഇപ്പൊ ഓരോ പെരുങ്കളിയാട്ടം കഴിയും തോറും ഇപ്പൊ ഇത് ജനകീയമായി തീർന്നില്ലേ? ആചാരത്തിന്റെ ഭാഗത്ത് പറ്റില്ല. അപ്പൊ ഇത് കൂടാതെ നമ്മുടെ ഈ വർഷങ്ങൾ കഴിയും തോറും വേറെ ഒട്ടേറെ മാറ്റങ്ങൾ വന്നില്ലേ പെരുങ്കളിയാട്ടത്തില്? ആളുകൾ കൂടി, ഇപ്പൊ കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി തുടങ്ങി. ഇഷ്ടംപോലെ. പണ്ട് വാണി സമുദായക്കാർ മാത്രമേ ഭക്ഷണം കഴിക്കൂലൂ, മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ തീ സമുദായത്തിന് ആചാരക്കാരുണ്ട്, വെളിച്ചപ്പടന്മാർ, അതുപോലെ തന്നെ മണിയാണിമാർ, കോമർത്തന്മാർ, അവർക്കെല്ലാം അരി അളവ് കൊടുക്കണം. നമ്മൾ ഊണരി എന്ന് പറയില്ലേ, അത് കിടന്ന് അളവ് കൊടുക്കണം, കറി വെക്കേണ്ടത് അരിയും കൊടുക്കണം. അവരൊന്നും ഭക്ഷണം കഴിക്കൂല. അന്ന് സമുദായത്തിൽ ഉണ്ടല്ലോ, അത് അളന്ന് കൊടുക്കണം അവർക്കല്ല. കുറുപ്പിന് ചെറിയ കുട്ടി വന്ന് ആണ് കൊണ്ടെല്ലാം കുറുപ്പിന് കൊടുക്കണം. അതായത് നമ്മൾ മാറ്റി കൊടുക്കുന്ന മണ്ണത്തം കുറുപ്പ് എന്ന് പറയുന്നത്. കുറുപ്പ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ എടുത്തോണം. അവർക്ക് ചെറിയ കുട്ടി മുതൽ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും അത് ഗുണം നല്ല കണക്കുണ്ട്, ഓരോരാക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് കരിവുള്ളൂർ വയലിലെ കുറുപ്പ് പറഞ്ഞ കുറുപ്പുണ്ട്. അവരുടെ വന്നാൽ ഇവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും ഒരിടങ്ങളിൽ അധികം കൊടുക്കണം. അപ്പൊ ഈ ഒരു കളിയാട്ടം തുടങ്ങുമ്പോ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? എത്ര ദിവസം മുന്നേ ഇവിടെ കളിയാട്ടത്തിന്റെ അടുത്ത് ഉണ്ടാവും എല്ലാ ആൾക്കാരും ഒക്കെ? ഒരു കൊല്ലത്തോളായി നിശ്ചയിച്ചിട്ട് ഓരോരോ പണി തന്നെയാണ്. ഇപ്പം വരച്ചു വെക്കൽ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് അതിനുശേഷം വീടിലെ വാണി സമുദായത്തിൽ വീട് കൂടുന്ന മെമ്പറും പുറമെ ഒന്നും ഭക്ഷണം കഴിക്കില്ല. ഇല്ല. 1961 കാലഘട്ടത്തിൽ ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പേയുള്ള പെരുങ്കളിയാട്ട ഓർമ്മകളുമായിട്ടാണ് ഇന്ന് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇന്നൊരു പെരുങ്കളിയാട്ടത്തെ അവർ വരവേൽക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ചെറുപ്പകാലത്ത് കണ്ട ഓർമ്മകളൊക്കെയും തന്നെ വളരെ സന്തോഷമുള്ളതും സങ്കടപ്പെടുത്തുന്നതുമായ രീതിയിൽ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്, സാമുദായികപരമായിട്ടാണെങ്കിലും മറ്റെല്ലാ രീതിയിലാണെങ്കിലും പണ്ടത്തെ പെരുങ്കളിയാട്ടവും ഇന്ന് ഒരു പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയും തന്നെ അവര് നല്ല രീതിയിൽ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളും അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ ഉള്ളവർക്കൊക്കെയും ഈ ഒരു കളിയാട്ട നഗരിയിൽ നടക്കുന്ന അവരെ ഓരോരോ ഓർമ്മകളും കൊണ്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കളിയാട്ട നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ രൂപത വചനാഭിഷേകം ബൈബിൾ കൺവെൻഷന് പിലാത്തറയിൽ തുടക്കമായി. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ദിവ്യബലിയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. കണ്ണൂർ രൂപതയുടെ 11ാമത് പിലാത്ര വചനാഭിഷേകം ബൈബിൾ കൺവെൻഷന് പിലാത്ര മേരിമാത ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കറുപ്പശ്ശേരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ദിവ്യബലിയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി സുപ്രസിദ്ധ വചനപ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിൽ കണ്ണൂർ രൂപത ബൈബിൾ പാരായണ വർഷമായി ആചരിച്ചു വരികയാണ്. കണ്ണൂർ രൂപത സംഘടിപ്പിക്കുന്ന 11ാമത് ബൈബിൾ കൺവെൻഷനാണ് പിലാത്തറയിൽ തുടക്കമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ മികച്ച വിജയം നേടി കണ്ണപുരം ചുണ്ട ബഡ്സ് സ്കൂൾ. ചുണ്ട ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് ശൗര്യചക്ര കമാൻഡോ PV മനേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കണ്ണപുരം ചുണ്ട ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഭിന്നശേഷി ഗവൺമെന്റ് ജീവനക്കാരനുള്ള അവാർഡ് നേടിയ കൃഷ്ണമേനോൻ വനിതാ കോളേജ് NSS കോർഡിനേറ്റർ ഡോക്ടർ നിതീഷിനെയും ബഡ്സ് സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ പരിശീലകൻ ദിനേശ് പുതിയടത്ത് എന്നിവരെയും ആദരിച്ചു. ചുണ്ട ബഡ്സ് സ്കൂൾ അങ്കണത്തിൽ ശൗര്യചക്ര കമാൻഡോ PV മനേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ സന്തോഷം അവർക്കും അനുഭവിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന് മാത്രം എല്ലാ കാര്യങ്ങളിലും എല്ലാം ഫിറ്റ് ഫോർ ആയിട്ടുള്ള അവർക്ക് മാത്രമുള്ള ഒരു സംവിധാനം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അതൊക്കെ മാറ്റപ്പെടണം. എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സന്തോഷപൂർവ്വം ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K രതി അധ്യക്ഷത വഹിച്ചു. KCCPL മാനേജിംഗ് ഡയറക്ടർ അനകെ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ, AV പ്രഭാകരൻ, V വിനീത, OV വിജയൻ, N ശ്രീധരൻ, TV പവിത്രൻ, KV രാമകൃഷ്ണൻ, TK ദിവാകരൻ, CDS ചെയർപേഴ്സൺ V സുനില, ഷിബു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നിതീഷ്, ദിനേശ് പുതിയടത്ത് എന്നിവർ മറുമൊഴി പ്രസംഗം നടത്തി. കണ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറി ബാബുരാജ്, ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ E നീതു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങ് ജനുവരി 24-ന് രാവിലെ 11 മണിക്ക് നടക്കും. ചടങ്ങുകൾക്ക് തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങ് ജനുവരി 24-ന് രാവിലെ 11 മണിക്ക് നടക്കും. ചടങ്ങുകൾക്ക് തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുതുതായി നിർമ്മിച്ച അരയാൽത്തറ, ആൽത്തറ, തിരുമുറ്റം കരിങ്കൽ പാകിയത്, വഴിപാട് കൗണ്ടർ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. സമർപ്പണത്തിനു ശേഷം ഗോപുര നിർമ്മാണത്തിൽ പങ്കാളികളായ ശില്പികളെ പയ്യന്നൂർ MLA TI മധുസൂദനൻ ആദരിക്കും. ജനുവരി 24 മുതൽ 27 വരെ നടക്കുന്ന പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി 24-ന് വൈകിട്ട് 4:30-ന് പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ നിന്ന് ശിവക്ഷേത്ര സന്നിധിയിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് വൈകുന്നേരം 7 മണിക്ക് കലാമണ്ഡപം അന്നൂർ അവതരിപ്പിക്കുന്ന ശ്രീശങ്കരം എന്ന നൃത്താവിഷ്കാരവും അരങ്ങേറും. ജനുവരി 26-ന് 13 ടീമുകൾ പങ്കെടുക്കുന്ന തിരുവാതിര മഹോത്സവവും ജനുവരി 27-ന് 12 മണി മുതൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. മാധ്യമ സമ്മേളനത്തിൽ S മുരളീധർ ഷേണായി, രജിത്ത് കണ്ണോത്ത്, CM വിനോദ്, P ദിനേശൻ, K പത്മനാഭൻ, ഹരിദാസൻ VP, സുരേന്ദ്രൻ VV, ശങ്കരനാരായണൻ തിരുവുമ്പ്, കൃഷ്ണവർമ്മ രാജ, അമൃതവല്ലി KP, രേഖ K തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മിനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി 24 മുതൽ 31 വരെ ക്ഷേത്രത്തിൽ നടക്കും. ജനുവരി 24-ന് വൈകുന്നേരം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 7 ദിവസം നീളുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക. 24-ന് വൈകുന്നേരം 5 മണിക്ക് ആചാര്യവരണം, തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യം, പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തും. 25-ന് 6 മുതൽ വിഷ്ണു സഹസ്രനാമം, തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതിയും ചേർന്ന് നെയ്വിളക്ക് സമർപ്പണം നടത്തും. 7 ദിവസങ്ങളിലായി സപ്താഹയജ്ഞം നടക്കും. ജനുവരി 29-ന് വൈകുന്നേരം 5 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ജനുവരി 31-ന് അഭീഷ്ടസിദ്ധിക്കും സർവൈശ്വര്യത്തിനും യജ്ഞവേദിയിൽ പറനിറക്കൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി M മനേഷ് കുമാർ, സപ്താഹ കമ്മിറ്റി ചെയർമാൻ മണിലാൽ, ട്രസ്റ്റ് അംഗങ്ങളായ ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ, PT ഹരിഹരൻ, ഉമേശൻ ചക്രപുരം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ഭക്തിയുടെ നിറവിൽ താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല. ബാബു മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബാബു മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല നടന്നു. പ്രദേശത്തെ നൂറുകണക്കിന് വിശ്വാസികൾ പൊങ്കാലയർപ്പിക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായി കോളേജിന് പിന്നാലെ പയ്യന്നൂർ കോളേജിലും നിയമന വിവാദം. കോളേജ് മാനേജ്മെന്റ് പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മാനേജ്മെന്റ് പ്രസിഡന്റും DCC അംഗവുമായ കെ സുരേഷ് കുമാറിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ സെമിനാർ നടന്നു. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. PMAY ലൈഫ് ഭവന പദ്ധതി പ്രകാരം പയ്യന്നൂർ നഗരസഭയിൽ നിർമ്മിച്ച 700ാമത് വീടിന്റെ താക്കോൽ കൈമാറി. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 700ാമത് വീടിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം ചെയ്തു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.